ഞാൻ കുത്തരിയെക്കുറിച്ച് എന്താണ് മട്ട അരി കൊണ്ടുള്ള കുഴപ്പം എന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിലെൻ്റെ വോയിസ് വല്ലാതെ എക്കോ ചെയ്യുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. ആ വസ്തുത തന്നെയാണ് വീണ്ടും പറയാൻ വരുന്നത്. അപ്പം ഞാനത് വിട്ട് കളഞ്ഞതാണ്. അപ്പോൾ ഒരു നാച്ചുറോപ്പത്തി ഡോക്ടർ ഒരു ചെറിയ ക്ലിപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു. എന്തുകൊണ്ടാണ് ഡയബറ്റിസ് ഉള്ളവർ കുത്തരി കഴിക്കാൻ പാടില്ലാത്തത്? അത് അദ്ദേഹം പറയുന്നു, ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ കുത്തരി, അത് നമുക്കറിയാമല്ലോ, പുഴുക്കലരി, നമ്മുടെ പാലക്കാടൻ മട്ട എന്നൊക്കെ പറയുന്ന പുഴുക്കലരി, നമ്മളിപ്പോൾ കഴിക്കുന്ന പുഴുക്കലരി, പാലക്കാടൻ മട്ട മാത്രമല്ല, ആന്ധ്രയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന പുഴുക്കലരി ഡയബറ്റിസ് ഉള്ളവർക്ക് GI ഡിസ്ട്രസ്, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്ട്രസ് ഉണ്ടാക്കുന്നു. നമ്മുടെ വയറിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒരിക്കലും ഡയബറ്റിസ് ഉള്ളവരെ പുഴുക്കലരി കഴിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മളോട് പറയുന്നത് അതാണ് നല്ലത്, അതിനകത്ത് ഒരുപാട് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഉണ്ട്, അതുകൊണ്ട് ആ അരി കഴിച്ചാൽ നമ്മൾക്ക് നല്ലതായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാം. എന്നാൽ ഇദ്ദേഹം പറയുന്നു അത് കഴിക്കരുത് എന്ന്. ഒന്ന് ഓർത്ത് നോക്കും, നമ്മൾ പണ്ട് കഴിച്ചിരുന്ന അരി എന്തായിരുന്നു? പ്രായമായവർക്കറിയാം പണ്ട് എങ്ങനെയാണ് നമ്മൾ നെല്ല് കൃഷി ചെയ്തിരുന്നത്. ഇതുപോലെയുള്ള പാടങ്ങളിൽ ഞാറ് നടുന്ന നാറൊക്കെ നട്ട് ഇതുപോലെ ആകുമ്പോൾ അതിൻ്റെ കളയൊക്കെ പറിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം നിർത്തിയുള്ള കൃഷിയായിരുന്നു അന്ന്. പിന്നെ വിളഞ്ഞു വരുമ്പോൾ ഈ നെല്ലിനെ കൊയ്തെടുത്ത് അതിനെ റീപ്പ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. കൊയ്തെടുത്തിട്ട് അതിനെ മെതിച്ച് എന്ന് പറഞ്ഞാൽ അന്ന് കാല് വെച്ച് മെതിക്കുന്നതോ കാളയെ കൊണ്ട് മെതിപ്പിക്കുന്നതോ ആയിരുന്നു പതിവ്. നെല്ല് അളന്നെടുക്കും. ഇതാണ് അന്നത്തെ മെഷർമെൻ്റ് ആയിട്ടുള്ള പറ. പിന്നെ പറയുടെ നെക്സ്റ്റ് സൈസ് എടങ്ങഴി, നാഴി, അങ്ങനെ 3 മെഷർമെൻറ്റ്സ് ഉണ്ട്. അത് കൊണ്ടുവന്ന് ഇതുപോലെ പത്തായത്തിലിടും. പത്തായം എന്ന് പറയുന്നത് ഒരു പ്ലാവിൻ്റെ തടി കൊണ്ടുള്ള ഒരു മുറിയുടെ സൈസ് ഉള്ള ഒരു പെട്ടിയാണ്. പിന്നെ നിലവറ എന്ന് പറഞ്ഞ ഭൂമിയുടെ അടിയിലുള്ള മുറികളും ഉണ്ടായിരുന്നു, തേങ്ങയും കിഴങ്ങും ഒക്കെ സൂക്ഷിക്കുന്നത്. ഒരു ദിവസം നെല്ല് പുഴുങ്ങാനായിട്ട് എടുക്കും. നെല്ല് പുഴുങ്ങാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ വലിയ ചെമ്പോ വാർപ്പോ ഉണ്ട്. അത് മനുഷ്യർ കൊണ്ടുവന്ന് തീയിൽ വെച്ച് വിറക് കൊതുമ്പൊക്കെ കത്തിച്ച് നെല്ല് പുഴുങ്ങി, അത് മിക്കവാറും ഓവർനൈറ്റ് ഇട്ടിട്ട് അടുത്ത ദിവസവും പുഴുങ്ങിയിട്ടാണ് കോരിയെടുത്ത് അത് ഉണക്കാനിടും. ഇതുപോലെ സ്ത്രീകളാണ് മിക്കവാറും ഈ ഉണക്കാനിടുന്നത്. കുട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ മുറം പോലെയുള്ള സീവി ചെയ്യാവുന്നതിലോ ഉണക്കാനിട്ടിട്ട് അത് കാലുകൊണ്ടൊക്കെ ചിക്കി ഉണക്കി നല്ല ഉണർക്കമാകുമ്പോൾ കാക്കയൊക്കെ വരും. അത് പിള്ളേരാണ് കാക്കകളെയൊക്കെ ഓടിച്ചിരുന്നത്. അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ഉണങ്ങിയ നെല്ലിനെ പിന്നെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നതായിരിക്കും. കുത്തുന്ന ഓലക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ അടിഭാഗം ഹോളോ ആണ്. മറ്റേ ഉരുണ്ട് സോളിഡ് അത് പൊടിക്കാനുള്ളതാണ്. അങ്ങനെ കുത്തിയെടുത്ത അരി എടഞ്ഞ് അതിൽ തവിടും ഉമിയും ഒക്കെ കളഞ്ഞ് എടുത്ത് പെട്ടിക്കകത്ത് വെക്കും. അരിപ്പെട്ടിക്കകത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ആ അരിയാണ് നമ്മളുടെ അടുക്കളയിൽ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ അരി ഉണ്ടാക്കുന്ന അങ്ങനെയല്ല.